സോ ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക്സിന്റെ ഒരു സമ്മറൈസ്ഡ് വേർഷനാണ്. ഒരു റിവിഷൻ ക്ലാസ് എന്ന പോലെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല. നമ്മൾ മുമ്പ് പഠിച്ചിരിക്കുന്ന കാര്യത്തെ ഒന്ന് ചുരുക്കി പറയുന്നു. അപ്പം മുൻപ് നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ നോട്ടുകളെല്ലാം ഒന്ന് കയ്യിലെടുത്ത് വെക്കാമെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല, റിവൈസ് ചെയ്ത് പോകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് റിവിഷൻ ആണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ്സ് എ റിവിഷൻ ക്ലാസ്. ലാസ്റ്റ് നമുക്കൊരു 20 ക്വസ്റ്റ്യൻസോളം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം, 2 മൊഡ്യൂൾസിൽ നിന്നുമായിട്ട്. അപ്പം എനിക്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്കോണമി ആയിരുന്നു, ഇന്ത്യൻ എക്കോണമി ആയിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൊഡ്യൂൾ ആയിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 ക്ലാസ്സിന്റെയും ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് കടന്നു പോകാം കോൺസെപ്റ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് സെല്ലിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് തന്നെ സെല്ലിംഗ് എന്താണെന്നായിരുന്നു. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക എന്നുള്ളതാണ്, ട്രാൻസ്ഫർ ചെയ്യുക. ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ലറിൽ നിന്നും ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, മാർക്കറ്റിംഗിലെ ഫണ്ടമെന്റൽ ഫംഗ്ഷൻ കൂടിയാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നിടത്ത് മാത്രമേ സെല്ലിങ്ങിന് ഒരു പ്രസക്തി ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ, ഓണർഷിപ്പ് ചേഞ്ച് ആയിരിക്കണം. അല്ലാത്ത പക്ഷം അവിടെ സെല്ലിംഗ് ഉള്ളതായിട്ട് നമുക്ക് ഒരിക്കലും പറയുവാനായിട്ട് പറ്റുകയില്ല. ഓണർഷിപ്പ് ചേഞ്ച് ആകുന്നിടത്ത് മാത്രമാണ് നമുക്ക് സെല്ലിംഗ് ഉള്ളതായിട്ട് പറയുവാൻ സാധിക്കുന്നത്. അപ്പം ഓണർഷിപ്പ് ചേഞ്ച് ആകുന്നിടത്താണ് നമുക്ക് സെല്ലിംഗ് ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഓർക്കണം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സെല്ലിങ്ങിന്റെ പ്രധാനപ്പെട്ട നേച്ചറാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പകരമായിട്ട് നമുക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ മുമ്പത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ നോട്ടുകളെല്ലാം ഒന്ന് കയ്യിൽ കരുതുകയാണെങ്കിൽ വളരെയധികം ബെറ്റർ ആയിരിക്കും. ക്ലാസ്സുകൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നിങ്ങൾ റിവൈസ് ചെയ്ത് വിടാൻ എളുപ്പമാണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് പ്രോസസ് ആണെന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായി. ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലായ്പ്പോഴും നമുക്ക് ഒരേ രീതികൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. പരമ്പരാഗതമായിട്ടുള്ള രീതികളെ ഞാൻ അവലംബിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും സെല്ലിംഗ് ഉണ്ടാകത്തില്ല. കാലങ്ങൾ മാറുന്നു, ജനറേഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, താല്പര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതെല്ലാം അംഗീകരിച്ചു പോയേ പറ്റുകയുള്ളൂ. ഡൈനാമിക് പ്രോസസ്സാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുക തന്നെ വേണം. അതുകൊണ്ട് ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജനറേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ പേരൻസിന്റെ ഒരു ജനറേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പിന്നീട് ഇനി വരുന്നൊരു ജനറേഷൻ വരികയാണെങ്കിൽ അവര് നിങ്ങളുടെ കണക്ക് തന്നെ ആയിരിക്കണമെന്ന് ഇല്ല. അവരിലും വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനറേഷനിൽ എല്ലാം ഗ്യാപ്പ് ഉണ്ടാകുന്നതനുസരിച്ച് സ്വഭാവങ്ങളിലും വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് സെല്ലിംഗ് അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറയുന്ന രീതി. രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് സെല്ലിങ്ങിനെ പറ്റിയിട്ട് ഇറ്റ്സ് എ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സും സെല്ലേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഫേസ് ടു ഫേസ് ആയിട്ടുള്ള രീതിയിൽ സെല്ലിംഗ് ഉണ്ടാകണമെന്നും നോൺ പേഴ്സണൽ ആകുമെന്നൊക്കെ ഉണ്ട്. ഈ ഭാഗങ്ങൾക്ക് വലിയൊരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ PYQs ഒക്കെ നോക്കിയ സമയത്ത് നേച്ചർ ഓഫ് സെല്ലിംഗ് നിന്നും അങ്ങനെ അധികമായിട്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടില്ല. നേച്ചർ ഓഫ് സെല്ലിംഗിൽ നിന്നും ചോദിച്ചാൽ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്ന രീതികളേ ഉള്ളൂ താനും. പിന്നീട് റോൾ ഓഫ് സെല്ലിംഗ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ഇൻ റവന്യൂ ജനറേഷൻ, വരുമാനം ഉണ്ടാക്കുന്നതിന് വേണം. നമ്മൾ പുണ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടല്ല മാർക്കറ്റിംഗ് ഈ സെല്ലിങ്ങും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ബ്രാൻഡ് ലോയാലിറ്റിയൊക്കെ മാർക്കറ്റ് എക്സ്പാൻഷൻ, ബ്രാൻഡ് ലോയാലിറ്റിക്കൊക്കെ അത് സഹായകരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, സെല്ലിംഗ് ആണോ മാർക്കറ്റിംഗ് ആണോ കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതൽ? സെല്ലിങ്ങിനാണോ മാർക്കറ്റിങ്ങിനാണോ കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലായിട്ടുണ്ടായിരിക്കുക? വേഗം ആൻസേഴ്സ് വരട്ടെ. സെല്ലിങ്ങിനാണോ മാർക്കറ്റിങ്ങിനാണോ സ്കോപ്പ് കൂടുതൽ? ഇതൊരിക്കൽ ചോദിച്ചിരുന്നു. യെസ്, ശ്രീഹരി കൃത്യമായിട്ട് പറഞ്ഞു. വെരി ഗുഡ് ശ്രീഹരി. മാർക്കറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം മാർക്കറ്റിംഗ് കുറച്ചും കൂടെ കൂടുതലായിട്ട് എക്സ്പാൻഡബിൾ വേർഷൻ തന്നെയാണ്.
എന്നാൽ പോലും നിങ്ങളുടെ സിലബസിൽ സെല്ലിംഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സെല്ലിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി ഞാൻ വേഗത്തിൽ ഒന്ന് കടന്നു പോവുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനി ക്യുക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പേഴ്സണൽ സെല്ലിംഗ് ആണ്, ഞാനിത് പറഞ്ഞിരുന്നു. ക്യാൻ എനിവൺ ഗീവ് എക്സാമ്പിൾ ഫോർ പേഴ്സണൽ സെല്ലിംഗ്? നിങ്ങളുടെയൊക്കെ എക്സാം എടുത്ത് വരുന്നുണ്ടല്ലോ, പേഴ്സണൽ സെല്ലിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും? ഞാൻ അന്നത്തെ ക്ലാസ്സിലും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു പേഴ്സണൽ സെല്ലിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ. ദിസ് എൻ എക്സാമ്പിൾ ഫോർ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുകയുണ്ടായി. വേഗം വരട്ടെ നിങ്ങളുടെ ആൻസേഴ്സ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ മതി കേട്ടോ, പേഴ്സണൽ സെല്ലിങ്ങിന്റെ. യെസ്, ഇൻഷുറൻസ് പോളിസി തന്നെയാണ്. ഇൻഷുറൻസ് പോളിസിയാണ് കേട്ടോ പേഴ്സണൽ സെല്ലിങ്ങിന് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. വാങ്ങിക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അത് ഓർത്തു വെക്കണം കേട്ടോ. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക്, ഐ റിപ്പീറ്റ്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വിൽക്കണമെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഡയമണ്ട് നിങ്ങൾക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഒരു പെയിന്റ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെയൊക്കെ വില മതിക്കുന്ന ഒരു പെയിന്റ് നിങ്ങൾക്ക് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുക. വാല്യൂസ് കൂടുതലുള്ള ഐറ്റംസിനെല്ലാം പേഴ്സണൽ സെല്ലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ MCOM ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മാർക്കറ്റിംഗ് ആണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മേഖലയോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, പേഴ്സണൽ സെല്ലിംഗ് ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ടാലന്റഡ്, നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, എനിവേയ്സ്, പേഴ്സണൽ സെല്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്, പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ക്ഷമ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ക്ഷമയില്ലാത്ത ഒരാൾക്ക് ചേരുന്ന ഒരു പരിപാടിയല്ല പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ക്ഷമ വളരെ വളരെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കൃത്യമായിട്ടും ഓർക്കണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം, അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കണം, അവരൊരുപാട് ക്രിറ്റിസിസംസ് നിങ്ങൾക്ക് തരും, അതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പെട്ടെന്ന് ഫീഡ്ബാക്കുകൾ കിട്ടും. കൊള്ളത്തില്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും നമുക്കതനുസരിച്ചുകൊണ്ട് ഫീഡ്ബാക്കുകൾക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനൊക്കെ പറ്റും. നമുക്ക് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുക. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ്ലി നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യാറുള്ളത് എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഐറ്റത്തിന് വേണ്ടിയിട്ട് ആയിരിക്കും. വാല്യുബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് വിൽക്കാനോ മറ്റോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പേഴ്സണൽ സെല്ലിംഗ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ യു ക്യാൻ യൂസ് പേഴ്സണൽ സെല്ലിംഗ് ആസ് എ സ്ട്രാറ്റജിക് ഏരിയ. പിന്നെ നല്ലൊരു പേഴ്സണൽ മാൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. നന്നായിട്ട് നമുക്ക് ആൾക്കാരെ കൺവീൻസ് ചെയ്തെടുക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യുന്ന എല്ലാ ആൻസേഴ്സും എഴുതാനായിട്ട് പറ്റും. അത്യാവശ്യം നിങ്ങൾക്ക് അസേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാലും ഒക്കെ അത്യാവശ്യം നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ. ഓക്കെ, എനിവേസ്, ഞാൻ പറയുകയാണ്, ഒരു സക്സസ്ഫുൾ സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ ഹി മസ്റ്റ് ഹാവ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം. പ്രോഡക്റ്റ് നോളജ് എന്ന് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ പ്രോഡക്റ്റ് നോളജ് മാത്രമല്ല കേട്ടോ, പകരം അതിനപ്പുറത്തേക്ക് മാറിക്കൊണ്ട് കമ്പനിയെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കസ്റ്റമറിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഇറ്റ്സ് എ പെർസ്യൂസീവ് അബിലിറ്റി. എന്താണ് ഈ പെർസ്യൂസീവ് അബിലിറ്റി എന്ന് പറയുന്നത്? ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് വെറുതെ പോയി പറഞ്ഞിട്ട് വരാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. ഇപ്പൊ എന്നെ ഏൽപ്പിച്ചാലും നിങ്ങൾ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചാലും ഇറ്റ്സ് വെരി ഈസി, ചെല്ലുക, ചെന്ന് സംസാരിച്ചിട്ട് വന്നാൽ മതി, നോ ഇഷ്യൂസ്. പക്ഷെ അതല്ല വേണ്ടത്. പെർസ്വേഷൻ എന്ന് പറയും, നമ്മൾ അവരെ പ്രേരിപ്പിക്കുക, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക, ദിസ് എ ഗുഡ് പ്രോഡക്റ്റ്, ഇറ്റ്സ് എൻ ആപ്പ് പ്രോഡക്റ്റ് ഫോർ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് മാക്സിമം നിങ്ങളെ പ്രോഡക്റ്റിനെ പറ്റി പ്രേരിപ്പിച്ച് മാക്സിമം അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ പെർസ്യൂസീവ് അബിലിറ്റി. പെർസ്യൂ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.
റിസലൻസ് ആൻഡ് കോൺഫിഡൻസ്. സപ്പോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. സംടൈംസ് നമ്മുടെ ബയർ വളരെ മോശമായിട്ട് ചിലപ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്തേക്കാം. ഭയങ്കര മോശം ഇൻ ദ സെൻസ് ദാറ്റ് ഇൻ എ മോർ പൊളൈറ്റ് മാനർ. പക്ഷെ അവർ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷെ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിച്ചേക്കാം. സംടൈംസ് നമ്മുടെ കോൺഫിഡൻസ് ലൂസായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ബട്ട് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അതാ പറയുന്നത്. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ആണെങ്കിൽ എന്താണ്, നമുക്കൊന്നും കൂടെ തിരിച്ചു വരാനുള്ള സമയമില്ലേ? തിരിച്ചു വരിക. അതാണ് റിസലൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ആൾക്കാർക്ക് ഒട്ടും പറ്റുന്ന രീതിയല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സെയിൽസ് പേഴ്സൺ, ഇതൊക്കെ വളരെ ചുരുക്കിയാണ് കേട്ടോ പറയുന്നത്. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് വേഗത്തിൽ ഒന്ന് ക്വിക്കായിട്ട് നമ്മുടെ 2 പോർഷൻ തീർക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കഴിവൊക്കെ വേണമെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കസ്റ്റമറിനെ ആണോ? ഓക്കെ. എന്റെ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാമോ ആളുകൾ ആരെങ്കിലും? അപ്പൊ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുള്ളവരൊന്ന് മെസ്സേജ് ഇടാമോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അൻസ അവിടുത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും നെറ്റ്വർക്കിന്റെ. ഓക്കെ. അപ്പൊ എനിവേസ് ഞാൻ വരിക. നമുക്ക് സെയിൽസ് ട്രെയിനിങ് ഒക്കെ വേണം. ഒന്ന് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽ കൃത്യമായിട്ടും നോക്കട്ടെ. ഓക്കെ. ഒന്ന് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കണം. ഒബ്ജക്ഷൻ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ നിങ്ങളോട് കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് യെസ് സാർ, കൊള്ളില്ല. നിങ്ങളുടെ മോശം കമ്പനിയാണ്, യെസ് സാർ ഞങ്ങളുടെ മോശം കമ്പനി, അങ്ങനെ പറയാനല്ല നിങ്ങൾ അവിടെ പറഞ്ഞു വിട്ടേക്കുന്നത്. ഈവൻ നിങ്ങളുടെ കമ്പനി മോശമാണെന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ നെഗറ്റീവായിട്ടാണ് പോയതെങ്കിൽ പോലും ആ ഒരു ടാക്ടിക്സ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മാനേജ് ചെയ്യണം. ആ ഒബ്ജെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ക്ലോസിംഗ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും വാങ്ങിപ്പിച്ചിരിക്കണം. പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ്ലി എയിം എന്ന് പറയാം. അല്ലാതെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള സ്കില്ലുകൾ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല. അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കണം. അതാണ് ക്ലോസിംഗ് സെയിൽസ് എന്ന് പറയുക. പിന്നെ കസ്റ്റമറിന്റെ സൈക്കോളജിസ് എപ്പോഴും ഇതിനെ ബാധിക്കാറുണ്ട്. ഒന്ന് കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻസ്, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻസ്, ബിലീഫ്. കാരണം ചില ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ചെന്ന് സംസാരിക്കാൻ അവരൊന്നും കേൾക്കത്ത് പോലും ഇല്ല. ഒരുമാതിരി റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകളുടെ അടുത്തൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെയിൽസ് പേഴ്സൺ അടുത്തൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ അതൊന്നും ഒരിക്കലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പെർസെപ്ഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമെന്ന് കൃത്യമായിട്ടും ഓർത്തു വെക്കണം. പിന്നെ കൺസ്യൂമർ പ്രോഡക്റ്റുകളെ പറ്റിയിട്ടും ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകളെ പറ്റിയിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണ്. എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ അരി വാങ്ങിക്കുന്നു, ആഹാരം ഉണ്ടാക്കുന്നു, ഇറ്റ്സ് കോൾഡ് കൺസ്യൂമർ പ്രോഡക്റ്റ്. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾ നമ്മുടെ ഒരു റീറ്റെയിൽ ഷോപ്പിലുള്ള ആൾക്കാർ അവർ അരി വാങ്ങിച്ച് വെക്കുന്നത് വീട്ടിൽ ചെന്ന് അരി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല. അവരതിന് എടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പോലും അവരെന്തിനു വേണ്ടിയിട്ടാണ് അരി വാങ്ങിക്കുന്നത്? അരി എന്ന് പറയുന്ന കാര്യം അവർ വാങ്ങിക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ലോജിക്ക് മനസ്സിലാക്കണം കേട്ടോ. ഒരു പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കൺസംഷന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് കൺസ്യൂമർ പ്രോഡക്റ്റ്. ബട്ട് അതർവൈസ് ആ പ്രോഡക്റ്റ് ദേ ആർ നോട്ട് ഫോർ ദി ഡയറക്റ്റ് സെല്ലിംഗ്. അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് തിങ്. പിന്നെ സെല്ലിങ്ങിന്റെ ഒരു പ്രോസസ് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നിട്ടേ. മാച്ച് ചെയ്ത ഫോളോയിങ് ആയിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അവർ അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചേക്കാം. ആദ്യം നടക്കുന്നത് പ്രോസ്പെക്റ്റിംഗ് ആണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെന്ന് കൃത്യമായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലക്ഷറീസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഹയർ ഇൻകം ക്ലാസ് വരെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. കാരണം ഒരിക്കലും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പിന്നെ ലോവർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരും തന്നെ നിങ്ങളുടെ ആ ഒരു ഹൈ ക്ലാസ് പ്രോഡക്റ്റ് ഒന്നും വാങ്ങിക്കാനായിട്ട് പോകുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക ഇത് എവിടെയാണ് വിൽക്കേണ്ടത്, ഏത് ഏരിയയിലാണ് വിൽക്കേണ്ടത് കൃത്യമായിട്ട് നോക്കി ഒരു പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്നത് വളരെയധികം ബെറ്റർ ആയിരിക്കും. പിന്നെ പ്രീ അപ്രോച്ച് ആണ്. പ്രീ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെ നന്നായിട്ട് പഠിക്കുക, അവരെ പറ്റി നന്നായിട്ട് അറിയുക, ആവശ്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് അറിഞ്ഞിട്ട് അവരെ അപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ചെന്നിട്ട് ആദ്യമേ കയറി ഞങ്ങളുടെ പ്രോഡക്റ്റ് അത് അങ്ങനെയല്ല. ആദ്യമേ ചെന്നൊന്ന് പരിചയപ്പെടുക. അവരെ പറ്റി അറിഞ്ഞിരിക്കണം, നമ്മളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ഇന്നതാണ്, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ അതൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെയാണ് നിങ്ങളിപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ
സെയിൽസ് ടാക്ടിക്സുകളൊക്കെ എടുക്കേണ്ടത്. സെയിൽസ് പ്രസന്റേഷൻ, ഡെമോൺസ്ട്രേഷനൊക്കെ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി കാണിക്കുക, അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി കാണിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. ഒബ്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒബ്ജെക്ഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാണ്, കൊള്ളില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറേ ഒബ്ജെക്ഷൻസ് ഉണ്ടാകും. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, അതിനെ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്ത് നിങ്ങൾ ആ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് എടുക്കണം. ഇനി അതിനുശേഷം ഇത് കഴിഞ്ഞിട്ടെങ്കിൽ ഇറങ്ങി പോരാനായിട്ട് പാടില്ല. ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. എപ്പോഴും പറയുന്നതാണ്, എസ്പെഷ്യലി പേഴ്സണൽ സെല്ലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് എപ്പോഴും ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയിരിക്കണം ആരുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് വിറ്റിട്ടിങ് ഇറങ്ങിപ്പോരുകയല്ല ചെയ്യേണ്ടത്, പകരം ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. നമുക്ക് അതിനുശേഷം കുറേ സർവീസുകൾ കൊടുക്കാം, ലൈക്ക് കസ്റ്റമർ കെയർ സെൻറ്റേഴ്സ് അറേഞ്ച് ചെയ്യാം. ഒബ്യൂസ് ആയിട്ട് പ്രോഡക്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും, ആ ഇഷ്യൂസ് എല്ലാം കൃത്യമായിട്ട് പരിഹരിക്കേണ്ടതായിട്ട് വരും. സോ യു ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ. ആദ്യം നിങ്ങൾ പ്രോസ്പെക്ടിങ്, പിന്നെ പ്രീ അപ്രോച്ചസ്, അപ്രോച്ച്, സെയിൽ പ്രസന്റേഷൻ, ഡിമോൺസ്ട്രേഷൻ, ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻ, ക്ലോസിംഗ് ദ സെയിൽ ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. പിന്നെ നിങ്ങൾക്ക് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് പല പല ടെക്നിക്കൽ യു ക്യാൻ യൂസ് സം കൈൻഡ്സ് ഓഫ് ടെക്നിക്സ് ലൈക്ക് കൺസൾട്ടേറ്റീവ് സെല്ലിംഗ്, റിലേഷൻഷിപ്പ് സെല്ലിംഗ്, അഡാപ്റ്റീവ് സെല്ലിംഗ്. ആ ഒരു കൺസൾട്ടേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പോകാം, കൺസൾട്ടേഷൻസും മറ്റും കൊടുക്കാം, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. സോ അതൊരു രീതിയാണ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സെല്ലിങ്ങിലേക്ക് പോകാം. ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത ശേഷം വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് മറ്റൊരു മനോഹരമായ രീതിയാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്റീവായിട്ടുള്ള സെല്ലിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും. എത്രയേ ഉള്ളൂ. നിങ്ങളൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്, ഈ കസ്റ്റമറിന് ഈ രീതി അഡോപ്റ്റ് ചെയ്താൽ ഇയാൾ എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്നില്ല. സോ നമ്മുടെ രീതി ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ, എപ്പോഴാണോ നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കുന്നത്, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന ആ സമയത്ത് അതങ്ങ് മാറ്റിക്കോണം. അതാണ് അഡാപ്റ്റീവ് സെല്ലിംഗ് എന്ന് പറയുക. ഇതൊക്കെ വളരെ അത്യാവശ്യമായ കാര്യമാണെന്നാണ് പറയുക. അതുകൊണ്ട് കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് ഉണ്ട്, റിലേഷൻഷിപ്പ് സെല്ലിംഗ് ഉണ്ട്, അഡാപ്റ്റീവ് സെല്ലിംഗ് ഉണ്ട്. വാട്ട് അബൌട്ട് ദ റോൾ ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്? നമ്മുടെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗും പേഴ്സണൽ സെല്ലിംഗ് നമ്മളെ ബന്ധമാണ്, അറിയാമല്ലോ. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നല്ല എമൗണ്ട് ഓഫ് മണി റിക്യൂർ ആവശ്യമായിട്ട് വരുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മളവിടെ കാണാനായിട്ട് പറ്റുക. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല. ഉപേക്ഷിക്കുക ഇൻ ദ സെൻസ് ദാറ്റ് അവരെ നമ്മൾ ഒരിക്കലും ആ ബന്ധം നമ്മൾ കളയാനായിട്ട് പാടില്ല. മാക്സിമം അവരുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ കസ്റ്റമർ ലോയാലിറ്റീസ് പരമാവധി കൂട്ടാനായിട്ട് ശ്രമിക്കണം. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സെയിൽസ് ഒക്കെ നമുക്ക് ഈ ബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇന്ന് എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ട് പിന്നെ ആ പരിസരത്തെ പോകാതിരിക്കുകയാണെങ്കിൽ കസ്റ്റമറുമായിട്ടുള്ള ബന്ധം അവിടെ വഷളാകും, പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ആരും വാങ്ങിക്കാനായിട്ട് പോകുന്നില്ല. ആൻഡ് വി ഹാവ് സം ടൂൾസ് ഓഫ് സെല്ലിംഗ് ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പിളുകൾ കൊണ്ട് കൊടുക്കാം, ബ്രോഷേഴ്സ് കൊണ്ട് കൊടുക്കാം. പിന്നെ സെയിൽസിന്റെ പ്രസന്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെയിൽസ് പ്രസന്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് യു ഹാവ് എ ലോഡ് ഓഫ് ടൂൾസ് ഹിയർ. നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് പറ്റും. ഇനി മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. മോട്ടിവേറ്റിംഗ്, റെമ്യൂണറേറ്റിംഗ് സെയിൽസ് പേഴ്സൺ ഉണ്ട്. ഇൻസെന്റീവ്സ്, ബോണസസ്, കമ്മീഷൻസ് ഒക്കെ കൊടുക്കാം. റെക്കഗ്നീഷൻ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് സെയിൽസ് പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. So this is all about the personal selling. Then we have another topic here, advertising, പരസ്യങ്ങൾ. പരസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ്സ് എ പെയ്ഡ്. ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആ രണ്ട് വാക്കുകൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ഇറ്റ്സ് എ പെയ്ഡ് ആൻഡ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പെയ്ഡ് ആണ്, അതൊരു നോൺ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കൂടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടും ഓർത്തു വെക്കണം. ഇറ്റ്സ് എ പെയ്ഡ് വൺ. അത് മാത്രമല്ല, ഇറ്റ്സ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നോൺ പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവുക. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പെയ്ഡ് ആണോ നോൺ പേഴ്സണൽ ആണെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് പെർസീവ്ഡ് കസ്റ്റമേഴ്സ്, ബിൽഡിംഗ് ബ്രാൻഡ് ഇമേജ്, ഇതൊക്കെ തന്നെയാണ്. ഇതൊന്നും ഓർത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ പെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കും. അതേപോലെ നോൺ പേഴ്സണൽ, നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനോട് നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ടും ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് എന്ത് പറ്റി, എന്താണ് മൂവ് ആകാത്തത്? യെസ്.
ഇനി അഡ്വർടൈസിങ്ങിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ഇൻഫോർമേറ്റീവ്, ജസ്റ്റ് ഇൻഫോം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഈ COVID-19 ഒക്കെ വന്ന സമയത്ത് പത്രത്തിലൂടെയും മറ്റും ഫോൺ വിളിക്കുമ്പോഴേ പരസ്യങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ അറിയുകയുണ്ട്. അപ്പോൾ തന്നെ ഇൻഫോർമേറ്റീവ്, ജസ്റ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ആത്യന്തികപരമായിട്ട് അതിനകത്തില്ല. അതിൽ വാങ്ങിച്ചാൽ ഇറ്റ്സ് ഗുഡ്. പിന്നെ മെയിൻലി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ പത്രങ്ങളിലൂടെയും ടി വികളിലൂടെയും ഒക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അഡ്വർടൈസിംഗ് ആണ് പെർസ്യൂസീവ് അഡ്വർടൈസിംഗ്. ജസ്റ്റ് അവരെ കൊണ്ട് പെർസ്യൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക. ദറ്റ് ഈസ് കോൾഡ് പെർസ്യൂസീവ് അഡ്വർടൈസിംഗ് എന്ന് പറയുക. പിന്നെ ഉള്ളത് റിമൈൻഡർ അഡ്വർടൈസിംഗ് ആണ്. പൊതുവേ ചില ബ്രാൻഡുകളൊക്കെ എപ്പോഴും ചെയ്യുന്ന കാണാറുണ്ട് പരസ്യങ്ങൾ. അത് അവരുടെ പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ ഉണ്ട് എന്ന രീതിയിൽ, പുതിയ പ്രോഡക്റ്റ് ഒന്നും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കത്തില്ല, എന്നാൽ അവരുടെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് എന്ന രീതിയിൽ നാലാൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് റിമൈൻഡർ അഡ്വർടൈസിംഗ് ഒക്കെ പൊതുവെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫോർമേറ്റീവ് ഉണ്ട്, പെർസസീവ് ഉണ്ട് ആൻഡ് റിമൈൻഡർ അഡ്വർടൈസിംഗ് ഉണ്ട്. പിന്നെ എക്കോണമിക് സോഷ്യൽ ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട് ഓഫ് അഡ്വർടൈസിംഗ് നമുക്കിനി കാണണം. ഒന്ന് എക്കോണമിക്, പരസ്യം കൊടുക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആരും പരസ്യം കൊടുക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ചിലർ കൊടുക്കുമായിരിക്കാം, ഇല്ലെന്നല്ല, എന്നാലും ബഹുഭൂരിപക്ഷം പേരും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ചിലവാക്കുന്ന പരസ്യത്തിന്റെ എല്ലാ കാശും ഒരു പ്രോഡക്റ്റിനൂടെ പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ ഇത് വാങ്ങിച്ചിരിക്കാം. പിന്നെ സാമൂഹ്യപരമായ രീതിയിൽ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും NRIs ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? UAE എന്നൊക്കെ ക്ലാസ്സിൽ കേൾക്കുന്ന ആരെങ്കിലും? UAE, ഗൾഫ് കൺട്രീസ്? ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂസ്. ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെയുള്ള പരസ്യങ്ങൾ ഗൾഫ് കൺട്രീസിലൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റുകയില്ല. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ വിഷയമായി. അത് മാത്രമല്ല, ഗൾഫ് കൺട്രീസിലുള്ള പല പരസ്യങ്ങളും നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതും ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. പല പരസ്യങ്ങൾ ബാൻ ചെയ്യുന്നുണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ. ഐ മീൻ വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും മദ്യം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരസ്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ടൊന്നും. പക്ഷേ ഇന്ത്യയിലൊന്നും മദ്യത്തിനൊന്നും പരസ്യങ്ങളില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടൊരു കാര്യം തന്നെയാണ്, ആൽക്കഹോളിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പം പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ പരസ്യങ്ങൾ എന്ന് പറയാൻ പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ വാല്യൂസിനെ മോശമാക്കുന്ന രീതിയിലാകാനായിട്ട് പാടില്ല. പിന്നെ ലീഗൽ ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഒരു കുറവുമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. ഇഷ്ടംപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം പരസ്യങ്ങളുമായിട്ട്, എസ്പെഷ്യലി പരസ്യങ്ങൾ കൊടുത്തിട്ട് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, ആ ആക്ട് പ്രകാരം പരസ്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഈ പരസ്യങ്ങളെ കൊടുത്ത് മറ്റുള്ളവരെ പറ്റിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയാണ്, കണ്ടുപിടിക്കുകയാണെങ്കിൽ പറയുക വേണ്ട, വലിയ പണിഷ്മെന്റ്. ആം ഐ ഓഡിബിൾ? ഒരു മെസ്സേജ് ഇടാമോ? ആം ഐ ഓഡിബിൾ? യെസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ലീഗൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, എസ്പെഷ്യലി ഒരുപാട് ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എത്തിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നമുക്ക് മേജർ ആയിട്ടും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. എസ്പെഷ്യലി ഒരു കാലഘട്ടത്തിൽ, ഇപ്പം അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഇന്ത്യയിലൊന്നും ഇപ്പം അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ബോഡി ഷേമിംഗ് ഒക്കെ വളരെ കോമൺ ടോപ്പിക്കും ഡിസ്കഷൻ ടോപ്പിക്സ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ അതിൻ്റെ വിഷയങ്ങളില്ല. എന്നാൽ പോലും പണ്ടത്തെ കാലഘട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഡാർക്കായിട്ടിരിക്കുന്ന ആളുകൾ മോശമാണെന്നും ഡാർക്ക് കളർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കളറാണെന്നും ഇറ്റ് വിൽ അഫക്റ്റ് വൺസ് കോൺഫിഡൻസ് എന്നൊക്കെയുള്ള ഒരു തെറ്റായ ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ചില കമ്പനികൾ. തീർത്തും തെറ്റാണ്. കറുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ ഷെയ്ഡിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ സ്കില്ലിനെ അത് എങ്ങനെ ബാധിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട്, എനിക്കിതുവരെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഡാർക്ക് ആണെങ്കിലും ഫെയർ ആണെങ്കിലും ഈ ഒരാളുടെ സ്കിൽ എബിലിറ്റീസ് ഒന്നും ഒരിക്കലും അവരുടെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ പലപ്പോഴും പല പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയായിട്ട് തോന്നുന്നതേ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ പരസ്യങ്ങൾ കൊടുക്കാതിരിക്കുക. നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള മനുഷ്യരുടെ മാനസികപരമായിട്ടുള്ള ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല. പിന്നെ പരസ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ റാഷണൽ ആയിരിക്കണം, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലെ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇമോഷണൽ രീതികൾ, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു ഇമോഷണൽ ആണ്. ഫിയർ, ഭയപ്പെടുത്താം.
വണ്ണം വെക്കുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഓവർ വെയിറ്റ് ഉണ്ടാവുന്ന ഒബിസിറ്റി ഒരിക്കലും നമ്മൾ ഹെൽത്തി ആയിട്ടല്ല. അപ്പം ഫാറ്റ് ലിവർ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഭയപ്പെടുത്താം. പിന്നെ അത് കൂടാതെ ഈ ടുബാക്കോ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന പരസ്യമാണ്, അത് ഉപയോഗിച്ച് ക്യാൻസർ വരും എന്നുള്ള രീതിയിൽ ചില പരസ്യങ്ങളൊക്കെ ഹ്യൂമർ രീതിയിൽ കൊടുക്കാം പരസ്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തി ഉണ്ടാകുന്ന രീതിയിൽ സോഷ്യൽ രീതിയിൽ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പല പല രീതികൾ നമുക്ക് പരസ്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പൊ അഡ്വർടൈസിംഗിന് ഡിഫറെന്റ് രീതികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അഡ്വർടൈസിംഗ് ആസ് എ പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, പ്രേരിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഞാൻ നിങ്ങളോട് വളരെ ജനറൽ ആയിട്ട് ചോദിക്കാം, ഹോട്ടൽ ബിസിനസ്സുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, അവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന പെയിന്റിന്റെ നിറം ഏതായിരിക്കും? ഏറ്റവും നല്ല നിറം ഏതായിരിക്കും? റെസ്റ്റോറൻറ്റ്സ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം എന്ന് പറയുന്നത് ഏതായിരിക്കും? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് കളർ പറഞ്ഞു നോക്കിയേ. അല്ലെങ്കിൽ പൊതുവായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള കളേഴ്സ് ഏതാണെങ്കിൽ നോക്കിയാലും മതി. വൈറ്റ് അല്ല. വാം കളേഴ്സ്. സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും ഏതെങ്കിലും ഒരു കളർ? നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് നോക്കിയാലും മതി, ഈ കളേഴ്സ് കുറച്ച് നന്നായിട്ട് അവിടെ കാണും. ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഉണ്ടായിരിക്കും, ബട്ട് ഈ കളേഴ്സ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണും. ബാക്കി ആരും ഗസ് ചെയ്യുന്നില്ല. ഓക്കെ, യെല്ലോ കളറാണ് കേട്ടോ, മഞ്ഞ നിറമാണ്. ഒരാളുടെ ഫുഡിന്റെ ക്രേവിങ്സ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളറൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഈ ബർഗർ കിങ്സിലൊക്കെ യെല്ലോ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യും. ഒട്ടുമിക്ക എനിക്കൊന്ന് മാക്ഡൊണാൾഡ്സിലും എനിക്ക് തോന്നുന്നു യെല്ലോ അത്യാവശ്യം ഉണ്ട്. യെല്ലോ കളറാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് കളേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ ചുമ്മാതൊന്നുമല്ല, ഈ ഓർഗനൈസേഷൻ സൈക്കോളജി ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ CUTക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ് ഓർഗനൈസേഷൻ സൈക്കോളജി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ, ഇനി ഫേമസ് ആയ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ, OB ഒക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത് വളരെ കുറവായിരിക്കും. ഓർഗനൈസേഷൻ സൈക്കോളജി എങ്ങാനും പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു പിക്ക് ഇറ്റ്. നല്ല പേപ്പറാണ് കേട്ടോ, ഇൻട്രസ്റ്റിംഗ് പേപ്പറാണ് ഓർഗനൈസേഷൻ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്നൊക്കെ പറയുന്ന കാര്യം നല്ല ഇൻട്രസ്റ്റിംഗ് പേപ്പറാണ്. കാരണം ആ, പഠിക്കാനും എളുപ്പമാണ്. നമ്മൾ കാണുന്ന, നമുക്ക് പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്കൊന്ന് കാണാതെ പോലും പഠിക്കേണ്ടി വരത്തില്ല. ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഓർഗനൈസേഷൻ സൈക്കോളജി ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ഈ റൂം അറേഞ്ച് ചെയ്യുന്ന രീതികൾ, പിന്നെ ഹൊറിസോണ്ടലായിട്ട് ഇരുത്തിയാലാണോ, വേർട്ടിക്കലായിട്ട് ഇരുത്തിയാലാണോ, ഡയഗണലായിട്ട് ഇരുത്തിയാലാണോ ആളുകൾക്ക് കുറച്ചും കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവുക, ഏത് കളർ കൊടുത്താലാണ് കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവുക, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം OB ഒക്കെ എടുത്ത് പഠിക്കുന്നവർക്ക്, HR ഒക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ OB ഓർഗനൈസേഷണൽ ബിഹേവിയർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണത്. മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാർക്കറ്റിംഗ് സൈക്കോളജി എടുക്കുക. ഇനി അതൊന്നുമല്ല, ഫിനാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബിഹേവിയറൽ ഫൈനാൻസ് ഉണ്ട്. സൈക്കോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് എടുക്കുവാണെങ്കിൽ വളരെ രസകരമായിരിക്കും, നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ തന്നെ ജീവിതത്തിന്റെ കുറേ എക്സാമ്പിൾസ് വെച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, എനിവേസ് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് പോകുന്നില്ല. അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പെർസീവ്സ് ആണ്, കുറേ സിംബൽസ്, സ്ലോഗൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ, ഈ എൻഡോഴ്സ്മെന്റ് ഒക്കെ ഉണ്ട്. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ എന്താ പറയുക, മറ്റേ ഈ ഒരു പരസ്യം ഉണ്ടല്ലോ, അമലാപൂറിന്റെ, എനിക്ക് ആ പരസ്യം ഞാൻ അങ്ങ് വിട്ടുപോയി. ആർക്കെങ്കിലും അറിയാമോ പ്രോഡക്റ്റ് എങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കാം. നമ്മുടെ എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പരസ്യമില്ലായിരുന്നോ? അത് ഏത് പ്രോഡക്റ്റ് ആയിരുന്നു? ഉം, ഏതൊരു സോപ്പിന്റെ പരസ്യമായിരുന്നു എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്? ഓക്കെ, വാട്ട് എവർ, ഞാൻ ആ പേര് ഓർക്കുന്നില്ല, ഏതൊരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, എനിവേസ് അങ്ങനെയൊക്കെ പറയുന്ന പ്രോഡക്റ്റുകളുണ്ട്. അതാണ് എൻഡോഴ്സ്മെന്റ്. ഞാൻ ഉപയോഗിച്ച് കൊള്ളാം, അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യും. നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ പറയുന്ന കേട്ടുകഴിഞ്ഞാലൊക്കെ സത്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ നിങ്ങൾ പരസ്യം കൊടുക്കുന്ന സമയത്ത് നല്ല ഡിസൈൻ കൊടുക്കുക, കളർ സ്കീം നന്നായിട്ട് കൊടുക്കുക, ഡൾ കളേഴ്സ് ഒരിക്കലും കൊടുക്കാതിരിക്കുക. ടൈപ്പോഗ്രഫി നന്നായി ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. നന്നായിട്ട് പ്ലാൻ ചെയ്യണം. അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് ബന്ധപ്പെട്ട് നമുക്ക് ബജറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ബജറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സെയിൽസുമായിട്ട്, അതായത് നമ്മൾ ഇതിൽ ഇത്ര 100 രൂപയാണെങ്കിൽ അതിൽ 10 രൂപ ഞാൻ പരസ്യത്തിന് വേണ്ടി ചിലവാക്കുകയുള്ളൂ, അങ്ങനെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പിന്നെ പരസ്യങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. എസ്പെഷ്യലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസിംഗ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നല്ല ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അടുത്തിടെ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ പെപ്സിക്കോയും അതേപോലെ ഈ കൊക്കക്കോളയും തമ്മിലുള്ള ഇഷ്യൂ. കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡ് അതിനകത്ത് വരാത്തൊരു, അവർ ശരിക്കും കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡൊന്നുമല്ല അഡോപ്റ്റ് ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണോ പരസ്യം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ബൂസ്റ്റിന് ഹോർലിക്സിന്റെ ഒക്കെ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു.
അതൊക്കെ ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പം എന്തായാലും ആ രീതിയിലൊക്കെ നമുക്ക് മെത്തേഡുകൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കമ്പോണൻസ് ആൻഡ് പ്രോസസ്സ്, നമ്മുടെ അഡ്വർടൈസിങ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, കോസ്റ്റ് നോക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു അഡ്വർടൈസിങ് ഏജൻസി മറ്റുമൊക്കെ ഏൽപ്പിച്ചാൽ മതിയായിരിക്കും ഇന്നത്തെ കാലത്ത്. പിന്നെ ഫങ്ഷൻസ് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ല അതിനകത്തൊക്കെ. പിന്നെ ഡാക്മാർ മോഡൽ നമ്മുടെ നെറ്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഡാക്മാർ മോഡൽ പഠിച്ചിട്ട് വേണേ പോകാനായിട്ട്. ഡാക്മാർ മോഡൽ, ഐഡ മോഡൽ, ഡാക്മാർ മോഡലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UGC നെറ്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചു. അതുകൊണ്ട് നിങ്ങളും എന്നാ നമ്മുടെ ഇന്ത്യ നടത്തുന്ന പരീക്ഷ തന്നെയല്ലേ നിങ്ങളുടേത്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് പോകുക. ഡാക്മാർ, ഡിഫൈൻ അഡ്വർടൈസിംഗ് ഗോൾസ് ഫോർ മെഷറിംഗ് അഡ്വർടൈസിംഗ് റിസൾട്ട്. പിന്നെ ഐഡയുടെ അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. ഇതാണ് നമ്മളൊരു പരസ്യം കൊടുക്കുവാണെങ്കിൽ ആ രീതിയിൽ പരസ്യം കൊടുക്കാൻ പാടുള്ളൂ. ഈ അഡ്വർടൈസിംഗ് മീഡിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസിംഗ് മാച്ച് ചെയ്ത് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. പ്രിന്റഡ് മീഡിയാസിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്, ഔട്ട്ഡോർ മീഡിയാസിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്, ഇലക്ട്രോണിക് മീഡിയത്ത് വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. മറ്റു മീഡിയാസിനകത്തൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ നല്ലൊരു മീഡിയ പ്ലാൻ ചൂസ് ചെയ്തെടുക്കുക. പിന്നെ റിമോട്ട് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെ കൂടുതലായിട്ടും എത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. പിന്നെ പരസ്യത്തിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ കൃത്യമായിട്ട് വാലുവേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. സോ ക്വിക്കായിട്ടൊന്ന് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഒന്ന് വേഗത്തിലൊന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. നമുക്ക് അതിനുശേഷം എക്കോണമി സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ്, ഞാൻ ആ സ്ലൈഡ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഐ ഹോപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഐഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പരസ്യം കൊടുക്കുന്ന സമയത്ത് ആദ്യം ഈ 4 ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അവയർനെസ്സിനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് അറ്റൻഷൻ എന്നുള്ള വാക്കാണ്. അതാണ് കൂടുതലായിട്ടും പറ്റുന്നത്. അതായത് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ പരസ്യം കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു അറ്റൻഷൻ സീക്കാൻ പറ്റണം. ഓക്കെ, ദിസ് ഈസ് വെരി ഗുഡ്. പെട്ടെന്ന് നോക്കാം. അത് നമ്മൾ കാർട്ടൂൺസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, മറ്റേ ഫെവിക്കോളിന്റെ പരസ്യം ഈ അടുത്തിടെ ഉണ്ടായല്ലോ. നമ്മുടെ അയ്യോ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, കുംഭമേളയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പരസ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പരസ്യമാണ് നടത്തിയത്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലേക്ക് കാണാൻ സെർച്ച് ചെയ്ത് നോക്കുക, അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ സീക്കാൻ അവരെ കൊണ്ട് പറ്റി. അറ്റൻഷൻ എന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ അത് ഏറ്റവും നല്ലത്. പിന്നെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കാനുള്ള ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പരസ്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവരിത് വായിച്ച് ഓക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം എന്നൊരു ഡിസയർ ഉണ്ടാക്കാൻ ആ പരസ്യങ്ങൾക്ക് സാധിച്ചിരിക്കണം. ഇനി ലാസ്റ്റ് വെറുതെ ആഗ്രഹം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വാങ്ങിക്കുകയും ചെയ്യണം. അപ്പൊ ആ രീതിയിൽ ഒരു പ്രേരണ കൂടി കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. ഇത് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുവാണെങ്കിൽ വളരെയധികം ബെറ്റർ ആയിരിക്കും. ഐ ഹോപ്പ് ഇത് ക്ലിയർ ആയി. ശ്രീഹരി, ഇത് ഓക്കെ ആണോ?
ഓക്കെ, ഫൈൻ. അങ്ങനെ നമുക്ക് നേരെ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. എക്കോണമി, ഇന്ത്യൻ എക്കോണമി. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ടോപ്പിക്കാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞത്, പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ മാർക്കറ്റിംഗ് പോലെ അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നേ ഉള്ളൂ. ഒന്ന്, ഇന്ത്യൻ എക്കോണമി എന്ന് പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്കോണമിക് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ എക്കോണമി ലോ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള ഒന്നാണ്, ഓർത്ത് വെക്കണം. പെർ ക്യാപിറ്റൽ ഇൻകം വളരെ കുറവുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് മറ്റേ ദരിദ്ര രാജ്യങ്ങൾ കണക്കൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം കുറവാണ് പെർ ക്യാപിറ്റൽ ഇൻകം. പിന്നെ കൂടുതലും കാർഷിക മേഖലയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പോപ്പുലേഷനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ വളരെ കൂടുതലാണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ലെസ് ആണ് നമ്മുടെ രാജ്യത്ത്. ഉണ്ടെങ്കിൽ തന്നെ അണ്ടർ എംപ്ലോയ്മെന്റിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ റൂറൽ ആയിട്ടുള്ള ആളുകളും അർബൻ ഏരിയയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല കടലും ആകാശവും പോലെ, സോറി, ഭൂമിയും ആകാശം പോലുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുക. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ദാരിദ്ര്യമാണ് വലിയ വിഷയം. പിന്നെ ഇൻകത്തിന്റെ കാര്യത്തിൽ വരുമാനത്തിൽ അസമത്വം കൃത്യമായിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. ഈ ഇടയ്ക്കിടെ ഒരു സ്റ്റഡിയും വരികയാണ്, നമ്മൾ പെരേറ്റോ പ്രിൻസിപ്പിൾ പഠിക്കുന്നത് കാണാം. ഈ നമ്മുടെ രാജ്യത്തിന്റെ ധനത്തിന്റെ 80% ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള 20% ആളുകളാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻകം ഇൻഇക്വാളിറ്റി. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ലോ ആണ് കമ്പയർ വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്, കുറച്ച് ലോ ആണ്. പിന്നെ മോണിറ്ററി ആയിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്. ഇൻഫ്ലേഷൻസ് നല്ലവണ്ണം ഉണ്ട് അത്യാവശ്യം. ഇല്ല, ഇൻഫ്ലേഷൻസ് നന്നായിട്ടില്ല. അത് ഇല്ലെന്നല്ല, ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ഭയങ്കര ഹൈ ആയിട്ടില്ല. കാരണം നമ്മുടെ എക്കോണമിക് സ്ട്രക്ചേഴ്സ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ മാനേജബിൾ ആണ്. ബട്ട് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. ഈ അടുത്തിടെയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷിയാണ് കൂടുതലും ആശ്രയിക്കുന്നത് നമ്മൾ. പക്ഷെ വരുമാനത്തിൽ വലിയ കോൺട്രിബ്യൂഷൻസ് കൃഷി നൽകുന്നില്ല എങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും കൃഷിയാണ്. പണ്ട് 62 എങ്ങാണ്ടായിരുന്നു, ഇപ്പോൾ 48% ആളുകൾ കൃഷി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽനെക്സ് ഉണ്ട്. കേരളത്തിലൊക്കെ ഉള്ളൂ പിന്നെയും എനിക്ക് തോന്നുന്നു അടിസ്ഥാന സൗകര്യം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മറ്റ് പല സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അത്ര ഫേമസ് ആയിട്ടുള്ള ഒന്നല്ല. പിന്നെ എക്കോണമിക് പ്ലാനിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒന്ന്, ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി, പോവർട്ടി അലിവേഷൻ, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ബാലൻസ് റീജിയണൽ ഗ്രോത്ത് ഒക്കെ തന്നെയാണ് ലക്ഷ്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദയവ് ചെയ്ത് നിങ്ങൾ ആ 5 ഇയർ പ്ലാൻസ് പഠിച്ചിട്ട് വേണേ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നിങ്ങളുടെ PYQs ഒക്കെ നോക്കുന്ന സമയത്ത് ചോദിച്ച് കാണുന്നുണ്ട്. ചിലപ്പം നിങ്ങളുടെ പരീക്ഷയ്ക്ക് റെപ്പറ്റീവായിട്ട് ചോദിക്കാം. ഈ നിങ്ങളുടെ പരീക്ഷയെക്കാളും ഒരു അല്പം കൂടെ നിലവാരമുള്ള പരീക്ഷയാണ് UGC നെറ്റ്, അതിൽ പോലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ 5 ഇയർ പ്ലാൻസിന്റെയും ലക്ഷ്യങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. ഒന്ന്, ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി ഉണ്ടായിരുന്നു, പോവർട്ടി, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. സെൽഫ് സഫിഷ്യൻസി, എക്കോണമിക് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകളാണ്. പക്ഷേ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഒന്ന്, അൺഎംപ്ലോയ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം എടുത്താൽ പോലും സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് നമ്മുടെ നാട്ടിലില്ല. എക്കോണമിക് ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ. ഇനി ഇന്ത്യൻ അഗ്രികൾച്ചറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഫീച്ചേഴ്സ് ഒന്ന്, ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൺസൂൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ക്രോപ്പിംഗ് പാറ്റേൺസ് എടുത്താലും ഭയങ്കര ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത് നമ്മുടെ. കാരണം ഇന്ത്യയുടെ ഒരു ഭൂവ്യവസ്ഥ തന്നെ അങ്ങനെയാണ്. നമുക്ക് ഒരിക്കലും നോർത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പല ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഈവൻ കേരളത്തിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിൽ തന്നെയാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരെവിടെ നിന്നാണെന്ന് ചോദിച്ച സമയത്ത് ഡിഫറെന്റ് കേരളത്തിലെ പല പല പാർട്ടികൾ, എനിക്ക് ഏതാണ്ട് 14 ജില്ലയിൽ നിന്നും ആൾക്കാർ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൃഷിയെ പറ്റിയൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ ആ നാട്ടുകളിലെ ഫേമസ് ആയിട്ടുള്ള കൃഷി ഐറ്റംസിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പം എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. കാരണം നോർത്ത് പാർട്ടിൽ കാണുന്നതിനെ കണക്കല്ല അവിടെയുള്ള പല പല കൃഷികളുമല്ല സൗത്ത് പാർട്ടിലെ ഫേമസ് കൃഷികൾ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈവേഴ്സ്ഡ് ആണ്. മറ്റു രാജ്യങ്ങളെ പോലെ ഒരു കൃഷിയിൽ മാത്രമല്ല ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രത്തോളം കൃഷിയിലും മറ്റുമൊക്കെ ആശ്രയിച്ചാലും കർഷകർക്ക് അവരാഗ്രഹിക്കുന്ന റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. വളരെ വളരെ സംശയമാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയാണ്. പിന്നെ എന്താണ് പറയുക,
ഈ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഇറിഗേഷൻസ്, നമുക്ക് മോഡേൺ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന പോരായ്മകൾ, ഇതൊക്കെ തന്നെയും വലിയ പ്രോബ്ലം ആയിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിലുള്ള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ ഉണ്ടായതാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. ഹൈൽഡ് വെറൈറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ ഒക്കെ അവർ കൊണ്ടുവരികയുണ്ടായി. ഇന്ന് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷനിലൊക്കെ, എസ്പെഷ്യലി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ആണെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. റൂറൽ പോവർട്ടി, ഇൻഡെപ്റ്റ്നെസ് ഒക്കെ ഒരു വലിയ ചാലഞ്ചസ് ആണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളെന്ന് തോന്നുന്നു പിന്നെയും അത്യാവശ്യം ഈ റൂറൽ പ്രോപ്പർട്ടി വലിയ രീതിയിൽ ബാധിക്കാത്ത. നോർത്ത് പാർട്ടിലൊക്കെ നിങ്ങൾ ഇനിയിപ്പം ഇത് ചെയ്യുന്ന CUT ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണല്ലോ, അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നോർത്തിലേക്ക് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈവൻ CUT MCOMനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ചെന്നൈ ലൊയോളയൊക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇറ്റ്സ് എ വെരി ഗുഡ് കോളേജ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ പറയാൻ കാരണം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ചെന്നൈ ലൊയോള കോളേജ് ചെന്നൈ, അവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ആ കോളേജിൽ പഠിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് 14 ഡേയ്സോ സംതിങ് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി താമസിച്ച് അവിടുത്തെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കോളേജിന് ഒരുക്കി കൊടുക്കാറുണ്ട്. മദ്രാസിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വില്ലുപുരം അങ്ങനെ ഏതൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്, ഒരു ഗ്രാമപ്രദേശത്ത്. അവിടെ പഠിച്ച പല സ്റ്റുഡൻസും, എൻ്റെ തന്നെ പല സ്റ്റുഡൻസും പറയാറുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പോഷർ ആണ് കിട്ടാറുള്ളത് എന്നുള്ളത്. ചെന്നൈ ലൊയോള കോളേജ് വെരി ഫേമസ്. പഠിപ്പിക്കുന്ന രീതികളാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ലതാണ്. യു ക്യാൻ, നമ്മൾ ഹയർ കോളേജ് സെയിം ചെയ്യുമ്പോൾ യു ക്യാൻ ഗീവ് എ ട്രൈ ദയർ. നല്ലൊരു കോളേജാണത്. ബട്ട് അതിന് എൻട്രൻസ് എക്സാം ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. എൻട്രൻസ് എക്സാമും ഇന്റർവ്യൂ. എൻട്രൻസ് എക്സാം രാവിലെ ആയിരിക്കും, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇന്റർവ്യൂ. വൺസ് യു ഗോട്ട് അഡ്മിഷൻ നല്ലതായിരിക്കും. ഫീസ് ഒന്നും ഇല്ല. മെറിറ്റിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ നോമിനൽ നിസ്സാരമായ എമൗണ്ട് എന്തോ മാത്രമേ ഫീസ് ഉള്ളൂ. ബട്ട് ഹോസ്റ്റൽ ചാർജസ് കുറച്ച് ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് കോളേജ്. ഓക്കെ, എനിവേസ് ഞാൻ പറഞ്ഞത്, അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് റൂറൽ ഏരിയാസിനെ പറ്റി, ഗ്രാമങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഗ്രാമങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി ശരിക്കും പറഞ്ഞൊക്കെ വേണം. കുട്ടികൾ കുറച്ചൊക്കെ പഠിക്കണം, എസ്പെഷ്യലി PG കുട്ടികൾ കൂടിയല്ലേ. ഓക്കെ, എനിവേസ് നിങ്ങൾക്കൊക്കെ അവസരം കിട്ടട്ടെ അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ പഠിക്കാനായിട്ട്. പിന്നെ റൂറൽ പോവർട്ടി, അതേപോലെ ഇൻഡെപെൻഡൻസ് ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വലിയ പാടാണ്. ഓക്കെ, ഞാൻ പറയാൻ കാരണം, ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് കേട്ടോ അവിടെ ആവശ്യമായിട്ടുള്ളത്. അവിടുത്തെ എൻട്രൻസ് എക്സാമിനേഷനും ഏതാണ്ടൊക്കെ നമ്മുടെ ഈ CUT-യുടെ ഒക്കെ അടിസ്ഥാനപരമായിട്ടും നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പം ലക്കിലി കിട്ടും, കാരണം നിങ്ങൾ വളരെ വാസ്റ്റായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാം, ഇതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. IRDP ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്. അതേപോലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുകൾ ഒക്കെ പ്രധാനമായിട്ടും ഉള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു, എന്നാണ് കോപ്പറേറ്റീവ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം പഠിച്ചിരിക്കണം. പിന്നെ പോപ്പുലേഷനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പൊ പല രാജ്യങ്ങളും എനിക്ക് തോന്നുന്നു, നമ്മുടെ വെസ്റ്റേൺ കൺട്രീസ്, ഇറ്റലിയൊക്കെ ഉണ്ടല്ലോ, ഇറ്റലിയിലൊക്കെ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവർ ഈ പോപ്പുലേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോപ്പുലേഷന്റെ റേറ്റ് വളരെ കുറവാണ്. ഇറ്റലിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇല്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തേ ഉള്ളൂ, അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കുറവാണ്. അവിടെ കൂടുതൽ ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കൂടുതലും യുവജനങ്ങളെക്കാൾ ഉപരിയായിട്ട്, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിനേക്കാൾ ഉപരിയായിട്ട് അവിടെ എപ്പോഴും ഓൾഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. യങ്സ്റ്റേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലേക്ക് നമുക്ക് പല ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. എങ്കിലും അവിടെ വളരെ കുറവാണ്. അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇല്ലാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ സിസ്റ്റവും തന്നെയാണ്. ഒരിക്കലും അതിനെ കുറ്റം പറയാനായിട്ട്, ഐ മീൻ അത് അവരല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റുകയില്ല. കാരണം അവിടെയൊക്കെ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ജോലി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. പിന്നെ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസുകളുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഭയങ്കര ഹൈ ആണ്. ഒരു കുട്ടിയെ വളർത്തിയെടുക്കണമെങ്കിൽ, ഇറ്റലിയൊക്കെ പോലുള്ള രാജ്യത്ത് വളർത്തിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഹൈ കോസ്റ്റ് ആണ്. അതിന് ഗവൺമെന്റ് നമ്മുടെ നാട്ടിലൊക്കെ അല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ പൊതുവെ ഒന്നുകിൽ ആ രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നു റീസെന്റ് ടൈമിൽ ഞാൻ കണ്ട റിപ്പോർട്ടാണ്, ഇതൊക്കെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല, യൂട്യൂബിൽ കണ്ടതാണ്. പല ഗ്രാമങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല.
പണ്ടുണ്ടായിരുന്ന പല ഗ്രാമങ്ങളും ഇപ്പം ഇറ്റലി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു രാജ്യത്ത് ഇല്ല. കാരണം അവിടെ പോപ്പുലേഷൻ ഇല്ല, പോപ്പുലേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെന്റ് ഒരു അലൈൻമെന്റ് നടത്തുമായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ അവിടെ. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ രാജ്യം പക്ഷേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നില്ല. വളരെ വലിയ രീതിയിൽ പോപ്പുലേഷൻ ഗ്രോത്തും നല്ലവണ്ണം പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ഒക്കെ ഉള്ളതാണ്. കാരണം ആവശ്യത്തിന് അധികമാണ് നമ്മുടെ രാജ്യത്ത്. പിന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് വളരെ കൂടുതലായിട്ടുണ്ട്. അത് വലിയൊരു ഗുണം തന്നെയാണ്. കുറേ പിന്നെ പ്രോഗ്രാംസും പോളിസി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, പണ്ടുള്ള അവസ്ഥയെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് 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 ഭേദമാണ്. എസ്പെഷ്യലി ഈ ഫാമിലി പ്ലാനിങ് മറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നുകൊണ്ടുകൂടി വളരെ വലിയ രീതിയിൽ തന്നെ ആളുകൾ കുറച്ചും കൂടെ അവെയറായി. ഇപ്പോഴൊക്കെ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. വലിയ കാര്യം. അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോംസ് പഠിച്ചു വെക്കണേ. എന്തായാലും ഇത് നമ്മുടെ റീസെന്റ് ടൈമിൽ UGC നെറ്റിന്റെ പരീക്ഷയ്ക്ക് പോലും ചോദിച്ചിരുന്നു. ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്, അല്ല ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ചോദിച്ചത് ഇപ്രാവശ്യം. ഫ്രിക്ഷണൽ ആണെന്ന് തോന്നുന്നു. യെസ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. എനിക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഏതൊരു PYQC കണ്ടു ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. അത് മാത്രമല്ല, എല്ലാം പഠിച്ചു വെക്കുക. ഒന്ന് സ്ട്രക്ചറൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എക്കോണമിക് ആയിട്ടുണ്ടാകുന്ന ബൂം, ഡിപ്രഷനിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ. പിന്നെ സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്കാണ് എക്കണോമിക് ഡൗൺ സ്ട്രെയിൻ. മറ്റേന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. നമ്മൾ എടുക്കുന്ന പോളിസീസ് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ആ രീതിയിൽ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ്. സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് എക്കോണമിക് ആയിട്ടുണ്ടാകുന്ന, അതായത് ഈ ബൂം ഡിപ്രഷനൊക്കെ വരുന്ന സൈക്ലിക്കിനകത്ത് വരുന്ന കാര്യമാണ് കേട്ടോ. അത് സ്ട്രക്ചറിൽ വരുന്നതാണ്, കണ്ടീഷനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഓക്കെ, ഇതെന്താണ്? ഓക്കെ, ഫൈൻ. ഫ്രിക്ഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പററി ആയിട്ടുണ്ടാകുന്നതാണ്. വലിയ അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ PG ഒക്കെ കഴിഞ്ഞ് ഒരു അല്പം സമയം എടുത്തിട്ട് മാത്രം നിങ്ങൾക്ക് എവിടേക്ക് പോകാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ജോലിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം സമയം എടുക്കാതെ പോകാനായിട്ട് പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ. ദൈവം സഹായിച്ച് എനിക്കൊക്കെ ആ ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അല്പം പോലും സമയം വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. റിസൾട്ട് വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. അങ്ങനെ കയറാൻ പറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോൾ തന്നെ ആ, അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോണം. വീട്ടിൽ നിൽക്കുന്നത് ഒട്ടും നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടേ ഇല്ല. ഐ മീൻ, വീട്ടിൽ കുഴപ്പമുണ്ടാകാത്ത നാട്ടുകാർക്ക് വലിയ കുഴപ്പങ്ങളായിരിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചിങ്ങനെ ലാഗ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മളുടെ ഒരു ജോലി കിട്ടിയിട്ട് മറ്റൊരു അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിയിലേക്ക് കയറുന്ന സമയത്തുണ്ടാകുന്ന ടെമ്പററി ആയിട്ടുള്ള, ആ ടെമ്പററി എന്ന വാക്ക് ഉൾപ്പെടുത്തിയപ്പോഴേ മനസ്സിലാക്കാൻ പറ്റി ഇറ്റ്സ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. സീസണൽ എന്ന് പറയുമ്പോഴത്തേക്ക് കർഷകരെയാണ് കൂടുതലായിട്ടും ബാധിക്കാറുള്ളത്. അതേപോലെ ടൂറിസം സെക്ടേഴ്സിനെയൊക്കെ നന്നായിട്ട് ബാധിക്കാറുണ്ട് സീസണൽ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ്. ഓൺ നമ്മുടെ ഓഫ് സീസൺ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും റേറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഡിസ്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിലുള്ളതിനേക്കാളും വളരെ കൂടുതലല്ലേ. നമ്മൾ കേരള PSC ഒക്കെ നോക്കിയാൽ മതിയായിരിക്കും. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ആണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു കാലത്ത് ആ പീക്ക് അവസ്ഥ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ തിരിച്ച് ബാക്ക് ടു അവസ്ഥയിലേക്ക് വരുന്നു. കാരണം ഫോറിൻ കൺട്രീസിലൊക്കെ അവസ്ഥ അതുപോലെ. ഒരു കാലത്ത് ഇതെല്ലാ ആൾക്കാരുടെ പുറത്തേക്ക് പോയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഐ മീൻ, കുറച്ച് കുറവായിരുന്നു ഗവൺമെന്റ് സെക്ടേഴ്സിലെ ജോബിന്റെ അളവ്. പക്ഷേ ഇപ്പൊ തിരിച്ച് അവിടെയൊക്കെ പ്രശ്നം ആയതുകൊണ്ടും ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് കൊണ്ടും തിരിച്ച് പിന്നെയും ഗവൺമെന്റ് ജോബിന് അതിൻ്റെതായിട്ടുള്ളൊരു സാന്നിധ്യം കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, വട്ട് എവർ ഇറ്റ് മേ ബി, ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന രീതിയൊക്കെ. ഇനി നിലവിൽ ഒരുപാട് പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. MGREG അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാ പ്രോഗ്രാമും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ലാർജ് സ്കെയിൽ ഉണ്ട്, സ്മോൾ സ്കെയിൽ ഉണ്ട്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും എത്ര റേറ്റ് വെച്ചിട്ടാണ് ലാർജ് സ്കെയിൽ, എത്രയാണ് സ്മോൾ സ്കെയിൽ, എത്രയാണ് കോട്ടേജ് എന്നൊക്കെ ഉള്ള കാര്യം ഓർത്ത് വെക്കണം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന 5-year പ്ലാൻ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെക്കുക. സെക്കൻഡ് 5-year പ്ലാനിലാണ് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷന് ആദ്യത്തെ 5-year പ്ലാന് അഗ്രികൾച്ചറിനും, രണ്ടാമത്തെ 5-year പ്ലാനാണ് ഇൻഡസ്ട്രിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പബ്ലിക് ആയിട്ടുള്ള പ്രൈവറ്റീസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഒരുപാട് പോളിസീസ് ഒക്കെ കൊണ്ടുവന്ന ഏറ്റവും ഫേമസ് ആയ പോളിസിയാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസീസ്. ഇനി ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒരു കാലത്ത് അൺപ്രോഫിറ്റബിൾ ഇൻഡസ്ട്രീസ് ഒക്കെ ഇപ്പം വിറ്റ് പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഡസ്ട്രീസ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ഫിനാൻസിന് വേണ്ടിയിട്ട്
നബാർഡ് കുറവാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ നബാർഡ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ്, എന്നാലും ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നബാർഡിനെ പറ്റി പറയുന്നത്, എന്നാൽ പൊതുവെ നബാർഡ് അങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല. സിഡ്ബിയും ഐ ഡി ബി ഐക്കൊക്കെ ഭയങ്കര കോൺട്രിബ്യൂഷൻ നൽകുന്നതാണ്. ഐ ഡി ബി ഒക്കെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സിഡ്ബി ഉണ്ട്. സിഡ്ബി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ളതാണ്. സിബിയുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. പിന്നെ മണി മാർക്കറ്റിനെ പറ്റി, ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ട് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. ഷോർട്ട് ടൈം ഫണ്ടുകൾ വരുന്നതാണ് മണി മാർക്കറ്റ്, ലോങ് ടൈം ഫണ്ട് വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. ഇന്ത്യൻ മണി മാർക്കറ്റ് ഫുള്ളും നോക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് വരിക. അവർ മോണിറ്ററി പോളിസി കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിലൊരു രീതികളൊക്കെ അവർ അവലംബിച്ച് വരാറുണ്ട്. ഡെഫിസിറ്റ് ഫിനാൻസിങ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് പലപ്പോഴും, എസ്പെഷ്യലി ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കണ്ടേ, അപ്പോൾ അത് പലപ്പോഴും ബോറോ ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഖജനാവിൽ ഒന്നും കാണത്തില്ല. ഉള്ളതെല്ലാം നമ്മൾ വിറ്റ് പറക്കിയിട്ടായിരിക്കും ഖജനാവിൽ ഒന്നും കാണാത്ത അവസ്ഥ വരിക. അപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ട്. സോ വേഗമായി എക്കോണമി ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. ദെൻ അത് ക്ലിയർ ആണെങ്കിൽ എനിക്ക് ക്ലിയർ എന്ന് പറഞ്ഞൊരു മെസ്സേജും ഇട്ടേക്കുക. അത് ക്ലിയർ ആയെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാമോ? അപ്പോൾ എനിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരായിരുന്നു.
ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പം ഞാൻ നമുക്ക് നേരെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. മാക്സിമം എല്ലാവരും തന്നെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഇന്ന് നിങ്ങൾക്കൊരു സമയം ഉണ്ടാകില്ല. സോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരാം. അവിടെയാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് എക്കോണമി ലൈക്ക് ഇന്ത്യ? ഇന്ത്യ ഡെവലപ്പിംഗ് എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വേഗം ആൻസർ ചാറ്റ് ബോക്സിലേക്ക് അയക്കുക. നിങ്ങൾ ആൻസർ അയക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ആദ്യത്തെ ആൾക്കാരൊക്കെ അയച്ച കണക്ക് ഒന്നിന്റെ ആൻസർ ഇത് എന്ന് പറഞ്ഞു വേണേ അയക്കാനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം റിപ്ലൈ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. എളുപ്പമുള്ള ചോദ്യമായിരുന്നു, വലിയ കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു. ഡെവലപ്പിംഗ് എക്കോണമിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ക്യാപിറ്റൽ ഇൻകം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നാണ് ലോ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ വളരെ കറക്റ്റാണ്. എല്ലാവരും ശരിയായിട്ട് തന്നെ അയച്ചു. സോ അടുത്തത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ടേം ആരാണ്? ഏതെങ്കിലും ഒരു ആൻസർ ഗസ് ചെയ്ത് അയച്ചാലും മതി. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക ആൻസർ ഏതായിരിക്കാം വരിക എന്നുള്ളത്. ഓക്കെ, ഞാൻ ആൻസറിലേക്ക് വരികയാണ്. ആൻസറിലേക്ക് വരാം. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. രാജകൃഷ്ണയാണ് ദ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ഓർത്ത് വെച്ചേക്ക്, വലിയ റിലവൻസ് ഉള്ളതായിട്ടല്ല, എന്നാലും ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം ആവശ്യമായിട്ട് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് എ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെന്റ് ഓഫ് സെൽഫ് റിലയൻസ്? ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ് എല്ലാ പ്ലാൻസിന്റെയും. കാരണം ഏതെങ്കിലുമൊക്കെ ചോദിക്കാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ.
ഓക്കെ, ആൻസറിലേക്ക് വരാം. ഓപ്ഷൻ ബി ആണ്, ഫോർത്ത് ഫൈവ് പ്ലാൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കണം. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെന്റ്സ് ഓഫ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ഫൈവ് പ്ലാനിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് among the following was the മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷനിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഈ ആൻസർ നോക്കാം. എല്ലാവരും അത്യാവശ്യം, എനിക്കൊരു കുറെ പേര് ഇനിയും ആൻസേഴ്സ് അയക്കാനായിട്ടുണ്ട്. അവർ കൂടെ ഒന്ന് പങ്കെടുക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആൻസർ നോക്കാം ഏതാണെന്നുള്ളത്. ഇൻക്രീസ് ഇൻ ഫുഡ്, ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻസ് നന്നായിട്ട് കുറച്ചുകൂടെ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിന്റെ ലക്ഷ്യമായിട്ടുണ്ടായത്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, മാക്സിമം ഫുഡ്, അന്ന് നമ്മുടെ ഇവിടെ ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു ടൈമിൽ ഫുഡ് ഗ്രെയിൻ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, അതായിരുന്നു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. നരസിംഹം കമ്മിറ്റി എത്രയോ തവണ പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന കാര്യമാണ്. നരസിംഹം കമ്മിറ്റി, കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നരസിംഹം കമ്മിറ്റി. ട്രാൻസ് ഓ ഗോഡ്, ഈ നരസിംഹം കമ്മിറ്റിയുടെ ആൻസേഴ്സ് വേഗം അയക്കുക. ഇത് എനിക്കൊന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നരസിംഹം കമ്മിറ്റി. കാരണം ഇത് പഠിച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, ആൻസർ നോക്കാം. വളരെ എളുപ്പമുള്ളതാണ്. ബാങ്കിങ് സെക്ടർ പഠിച്ചു വെക്കണം കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാങ്കിങ് സെക്ടർ ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ പറയുക. ആറാം ദിവസത്തിലേക്ക് നടക്കുകയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു. ഇന്ത്യ ഫോളോസ് എ മിക്സഡ് എക്കണോമിക് സിസ്റ്റം. ഇനി മിക്സഡ് എക്കോണമി ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്?
കാരണം ആൻസർ സി ആണ് എല്ലാവരും അയച്ചിരിക്കുന്നത്. നോക്കാം, സി തന്നെയാണ് അല്ലേ? രണ്ടും കറക്റ്റ് ആണ്. ഇന്ത്യ ഫോളോ മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം കറക്റ്റ് ആണ്. മിക്സ്ഡ് എക്കോണമി ബോത്ത് പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ്. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അടുത്ത ഏഴാമത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. വേഗം നിങ്ങളുടെ ആൻസേഴ്സ് മാച്ച് ദ ഫോളോയിങ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വെക്കണം. അത് വിട്ടൊരു കളിയില്ല. ഒബ്ജക്റ്റീവ്സ് പഠിച്ചിരിക്കണം. വേഗം ഇതിന്റെ ഒരു ആൻസർ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വേഗം അയക്കുക. ഓക്കെ, ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. കറക്റ്റ് ആണ്. ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അഗ്രികൾച്ചർ ഞാൻ എപ്പോഴും പറഞ്ഞതാണ്. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ. തേർഡ് പ്ലാൻ, ഫിഫ്ത്ത് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, ഗരീബ് ഹഠാവോ ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. സെവൻത് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു? ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. ഈ ഗ്രോത്ത് വിത്ത് ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ കുറെ കോൺസെപ്റ്റ് അതൊക്കെ ഓർത്ത് വെക്കണേ പ്രത്യേകമായിട്ടും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രീൻ റവല്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഗ്രീൻ റവല്യൂഷനുമായിട്ട് ആൻസർ ജസ്റ്റ് നോക്കാം. എല്ലാവരും എ ആണ് പറഞ്ഞിരിക്കുന്നത്. എ അല്ലല്ലോ, സി ആണ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആൻസർ. നോക്കട്ടെ, സി രണ്ടും കറക്റ്റ് തന്നെയാണ്. ഒന്ന് പ്രൊഡക്ഷൻ, വീറ്റും റൈസിന് പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഹൈൽഡ് വെറൈറ്റി പ്രോഡക്ട്സുകളൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെട്ടത്. കറക്റ്റ് ആണ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എക്കോണമി ഫേസ്ഡ് ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് 1991 ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടുതലും ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കാര്യമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് കുറവായത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആൻസേഴ്സ് വേഗം ചാറ്റ് ബോക്സിലേക്ക് അയക്കാം. വേഗം അയക്കണം, നമുക്ക് സമയം കുറഞ്ഞു.
ഓക്കെ, ലെറ്റ്സ് സീ ദ ആൻസർ. ഓപ്ഷൻ എ തന്നെയാണല്ലേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇനി അടുത്തത് പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. വേഗം നിങ്ങളുടെ ആൻസേഴ്സ് ചാറ്റ് ബോക്സിലേക്ക് അയക്കാം. സോ നിങ്ങളുടെ ആൻസേഴ്സ് വേഗം ചാറ്റ് ബോക്സിലേക്ക് അയക്കാം. ആരും അയക്കുന്നില്ലല്ലോ ആൻസേഴ്സ്. അപ്പോൾ ആൻസർ എനിക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അതായത് പിന്നെ ടെൻഡുൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണ്. അവരാണ് കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കി പോവർട്ടി ലൈൻ മറ്റും നിശ്ചയിക്കുന്നത്. രംഗരാജൻ കമ്മിറ്റി ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള പോവർട്ടി ലൈൻ കണ്ടുപിടിച്ച ആളാണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് കലോറിക് ആയിട്ടുള്ള രീതിയിൽ പോവർട്ടി കണ്ടുപിടിച്ച ആളാണ്. വേൾഡ് ബാങ്ക് ആണ് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പോവർട്ടി ലൈനിന്റെ കാൽക്കുലേഷൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കടക്കാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ വേഗം ആൻസേഴ്സിലേക്ക് വരാം. ഓക്കെ, ആൻസറിലേക്ക് വരാം. ആൻസർ നിങ്ങൾ ഓപ്ഷൻ സി ആണ്. സി തന്നെ ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. 1, 3 മാത്രമാണ് നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. ഒന്ന്, ഇന്ത്യൻ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതേപോലെ ഫസ്റ്റ് പ്രൈവറ്റ് പ്ലാൻ എപ്പോഴും ഇൻഡസ്ട്രി അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, യുദ്ധങ്ങൾ കാരണമൊക്കെ ഉണ്ടായിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്.
സോ ആൻസർ വേഗം ചാറ്റ് ബോക്സിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സീ ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 എന്ന് പറയുമ്പോഴത്തേക്ക് ലാർജർ ഇൻഡസ്ട്രീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ലൈസൻസിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 1956 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണെങ്കിൽ പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. 1991 ഇൻഡസ്ട്രിയൽ പോളിസിയാണ് എങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 1991 പോളിസി ആണെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. 1977 ആണെങ്കിൽ ഇറ്റ്സ് പ്രൊമോട്ടഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സോ ഞാൻ സമയത്തിന് റെസ്ട്രിക്ഷൻസ് കാരണം കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. നല്ല ആഗ്രഹിച്ച കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.